ഹലോ സ്റ്റുഡൻസ്, +2 എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ട്, ഞങ്ങൾക്ക് വാല്യുവേഷൻ ടഫാണോ, ലിബറലാക്കാറില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് +2 എക്സാമിനേഷൻ്റെ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും മിക്ക സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ലിബറൽ ആയിരുന്നു. അതുപോലെ തന്നെ ഇവർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതിയ സമയത്ത് അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റ് കുറച്ചുകൂടി സിമ്പിളായിരുന്നു. ബിസിനസ്സിലെ അടക്കം സിമ്പിളായിരുന്നു. അതുകൊണ്ട് പൊതുവേ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ +2 പബ്ലിക് എക്സാമിനേഷൻ ഞങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സിമ്പിൾ ആയതുകൊണ്ട് പൊതുവേ കുട്ടികളുടെ ധാരണ ഞങ്ങളുടെ വാല്യുവേഷൻ ടഫ് ആക്കിക്കൊണ്ട് ഞങ്ങളുടെ മാർക്ക് നമ്മൾ വിചാരിച്ച അതായത് 100% മാർക്കിലേക്ക് എത്തിക്കാതെ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അക്കൗണ്ട്സ് പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അവിടെ ചില കോമേഴ്സോ അല്ലെങ്കിൽ ചില ഡോട്ടോ അല്ലെങ്കിൽ ഡബിൾ ലൈനോ ഇല്ലെങ്കിൽ അരമാർക്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ തിയറി സബ്ജക്റ്റിന് ഹെഡിങ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അരമാർക്ക് കുറയ്ക്കുക. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കുട്ടികൾക്കുണ്ട്. തീർച്ചയായും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നോർമൽ വാല്യുവേഷൻ നടക്കുന്നതെന്നാണ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് നിങ്ങൾ എത്രയാണോ കണ്ടന്റ് എഴുതിയത്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എത്രയാണോ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കീസ് എല്ലാം വെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. അത്തരത്തിലുള്ള ആൻസർ കീ തന്നെയാണ് വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൻസർ കീക്കകത്ത് നിങ്ങളുടെ എഴുതിയ കണ്ടന്റിന് മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് തീർച്ചയായും ആ രീതിയിൽ ടെൻഷനൊന്നും കുട്ടികൾക്ക് വേണ്ട. നിങ്ങൾ എത്രയാണോ എഴുതിയത് അത്രത്തോളം മാർക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. ആ റിസൾട്ട് നമുക്കറിയാം മെയ് 2nd വീക്കിന് ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. തീർച്ചയായും എല്ലാവർക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. ഓൾ ദി ബെസ്റ്റ്.